ബി.ജെ.പിയുടെ തമിഴ്നാട്ടിലെ ശക്തനായ നേതാവ് മുൻ IPS ഉദ്യോഗസ്ഥൻ കൂടിയായ കെ അണ്ണാമലൈ ബി.ജെ.പി വിട്ട് പുതിയ പാർട്ടി രൂപീകരിക്കുന്നു എന്ന തരത്തിൽ ചില വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ബി.ജെ.പിയെ വളരെ ശക്തമായി നയിക്കാൻ കഴിവുള്ള ഒരാളാണ് അണ്ണാമലയുടെ നിലപാടുകളൊക്കെ വളരെ ഗൗരവമായാണ് ഇന്ത്യൻ രാഷ്ട്രീയം നോക്കിക്കാണുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അണ്ണാമലൈ ബി.ജെ.പി നേതൃത്വത്തോട് ഇടഞ്ഞ് ബി.ജെ.പി വിടാൻ ഒരുങ്ങുന്നു എന്നൊക്കെ ഉള്ളത് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമാണോ? ശരിക്കും പറഞ്ഞാൽ IAS ഉദ്യോഗസ്ഥനായിട്ടുള്ള കെ അണ്ണാമലൈ ആ ജോലിയൊക്കെ രാജിവെച്ചിട്ടാണ് BJP-യിൽ ആകർഷണമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിന് വരുന്നത്. ഈ BJP-യിൽ ആകർഷണ രാഷ്ട്രീയ പ്രവർത്തനത്തിന് വന്നതിന് ശേഷം അണ്ണാമലൈ നമ്മൾ കാണുന്നത് മുണ്ടൊക്കെ കുത്തിയുടുത്ത് ഈ തമിഴിലെ സാധാരണ ജനങ്ങൾക്കൊപ്പം, കാരണം തമിഴിൻ്റെ ഒരു സ്വത്വം അത് അതുപോലെ നിലനിർത്തി മുന്നോട്ട് പോകാനായിട്ടാണ് ശ്രമിക്കുന്നത്. ഇപ്പോൾ തമിഴ് രാഷ്ട്രീയത്തിലൊക്കെ കണ്ടില്ലേ, പലരും പാൻസൊക്കെ ഉപയോഗിച്ചിട്ടാണ് രാഷ്ട്രീയക്കാർ നിൽക്കുന്നത്. ഇപ്പോൾ വിജയ് ആയിക്കോട്ടെ, അതിനു മുമ്പ് പിന്നെ സ്റ്റാലിനായിക്കോട്ടെ, ഉദയനിധി സ്റ്റാലിനായിക്കോട്ടെ. ഇപ്പോൾ പക്ഷേ അണ്ണാമലൈ അങ്ങനെയൊന്നുമല്ല, തമിഴിലെ സാധാരണക്കാരായ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ആൾ എന്നുള്ളൊരു പ്രതീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയത്. മാത്രമല്ല, ദ്രാവിഡ കക്ഷികൾ എന്ന് പറയുന്ന പാർട്ടികൾ അവിടുത്തെ ജനങ്ങളെ ശരിക്കും ചൂഷണം ചെയ്യുകയാണ്. അവർക്ക് ഈ ദ്രാവിഡ പാർട്ടിയുടെ യാതൊരുവിധ ഗുണവും മണവും ഒന്നുമില്ല എന്ന് അണ്ണാമലൈ തിരിച്ചറിഞ്ഞു. അങ്ങനെ അണ്ണാമലൈ സ്വന്തമായിട്ടൊരു വഴി വെട്ടിത്തെളിക്കാനായിട്ട് ആരംഭിച്ചു. ദ്രാവിഡ പാർട്ടികളൊന്നുമല്ലാതെ BJP-യെ വളർത്തിക്കൊണ്ടുവരിക. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2% ഉണ്ടായിരുന്ന BJP-യുടെ വോട്ട് ഷെയർ 11% അണ്ണാമലൈ വളർത്തി. പക്ഷേ BJP വോട്ട് ഷെയർ വളർത്തിയാൽ മാത്രം പോരല്ലോ, BJP-ക്ക് അവിടെ സീറ്റ് വേണം. BJP-ക്ക് എല്ലാ സംസ്ഥാനങ്ങളിലും എന്നതുപോലെ സീറ്റ് സ്വന്തമാക്കണമെങ്കിൽ മറ്റുള്ള പാർട്ടികളുമായിട്ട് അലയൻസിൽ ഏർപ്പെടണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ BJP-ക്ക് വളരാൻ സാധിക്കുള്ളൂ. പക്ഷേ അണ്ണാമലൈ ദേശീയ നേതൃത്വത്തോട് പറഞ്ഞു, അങ്ങനെയല്ല, ഈ ദ്രാവിഡ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരായിട്ട് നമുക്ക് വളരാൻ സാധിക്കും, അതിന് കുറച്ച് സമയമെടുക്കും, ആ സമയമെടുത്ത് നമുക്ക് വളരാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അത് കേൾക്കാൻ ദേശീയ നേതൃത്വം തയ്യാറായില്ല. അങ്ങനെ അണ്ണാമലയെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നു. മാത്രമല്ല, സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് വേണ്ടി വലിയ ഒക്കെ നടത്തി. പക്ഷേ അർഹമായ ഒരു പദവിയോ സ്ഥാനമോ ഈ അണ്ണാമലയ്ക്ക് നൽകിയില്ല. നമ്മൾ കരുതിയത് എന്താ, ഒന്നിൽ രാജ്യസഭയിലേക്ക് MP സ്ഥാനം കൊടുക്കും, അല്ലെങ്കിൽ ദേശീയ തലത്തിൽ ഏതെങ്കിലും ഒരു പ്രസിഡന്റോ സെക്രട്ടറിയോ അങ്ങനെയുള്ള പദവി കൊടുക്കും. ഇതൊന്നും തന്നെ അണ്ണാമലയ്ക്ക് കൊടുക്കുന്നില്ല. അതോടുകൂടി BJP ദേശീയ നേതൃത്വം അണ്ണാമലയെ തഴഞ്ഞു എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചാരമുണ്ടായി. ഇപ്പോൾ കേൾക്കുന്നത് ഈ വരുന്ന ആഴ്ച തന്നെ ഈ അണ്ണാമലയുടെ നേതൃത്വത്തിൽ പുതിയൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കും. കാർത്തി ചിദംബരം ഉണ്ട്, ഈ കോൺഗ്രസിന്റെ ചിദംബരത്തിന്റെ മകൻ കാർത്തി ചിദംബരം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു തമിഴ്നാട്ടിൽ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി കൂടി വരുന്നു. ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ. ഇതിനിടയിലാണ് പറയുന്നത്, ഈ പറയുന്ന അണ്ണാമലൈ തമിഴിലെ പ്രശസ്തനായ സിനിമാതാരം രജനീകാന്തുമായിട്ടൊരു കൂടിക്കാഴ്ച നടത്താൻ പോകുന്നു. രജനീകാന്ത് നേരത്തെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കാൻ പോകുന്നു എന്നൊക്കെ പലതവണ പറഞ്ഞാൽ ഈ രജനീകാന്തിനെ കൂടിക്കാഴ്ചയ്ക്ക് ഒരു അവസരമൊക്കെ ഇപ്പോൾ അണ്ണാമലൈ തേടിയിട്ടുണ്ട്. ഇതിനിടയിൽ തന്നെ ഈ ആഴ്ച ദേശീയ നേതൃത്വം അണ്ണാമലയെ വിളിപ്പിച്ചിട്ടുണ്ട് അവരുമായിട്ടൊരു കൂടിക്കാഴ്ചയ്ക്ക്. അപ്പോൾ ഇതെല്ലാം അവിടെ നിൽക്കുമ്പോൾ തന്നെ അണ്ണാമലൈ പുതിയൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നു എന്ന തരത്തിലുള്ള പ്രചാരം വളരെ ശക്തമാണ്. ഇതിൽ മക്കൾ ശക്തി ഇയക്കം എന്നാണ് ഈ രാഷ്ട്രീയ പാർട്ടിയുടെ പേരെന്ന് വരെ ഏതാണ്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇത് ഔദ്യോഗികമായിട്ട് അണ്ണാമലൈ പ്രഖ്യാപിച്ചതല്ല. അണ്ണാമലൈ പറയുന്നത്, നമുക്കിവിടെ ഒറ്റയ്ക്ക് നിന്ന് ഈ പറയുന്ന അഴിമതിരഹിതമായ ഒരു പാർട്ടി കെട്ടിപ്പടുക്കാം. ആ രീതിയിലാണ് ഈ വിജയ് തമിഴ് വെട്രിക്കഴകം കെട്ടിപ്പടുത്തത്. പക്ഷേ അതിലൊരു പ്രത്യേകത, വിജയ്ക്ക് ഒരു സ്റ്റാർ വാല്യൂ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഫാൻസുകൾ ഉണ്ടായിരുന്നു. ഈ ഫാൻസുകളെല്ലാം തന്നെ കൂട്ടത്തോടു കൂടി വിജയ്ക്കൊപ്പം നിൽക്കാൻ തയ്യാറായി. പക്ഷേ അതുപോലെ അണ്ണാമലയ്ക്ക് ഒരു ഫാൻസിനെ സൃഷ്ടിക്കാൻ പറ്റുമെന്ന് നമുക്ക് പറയില്ല. അണ്ണാമലയുടെ രീതി ശരിയാണ്, ശൈലി ശരിയാണ്, ബാക്കിയെല്ലാം ശരിയാണ്. പക്ഷേ ഈ അണ്ണാമലയുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയാൽ BJP വളർന്നില്ല എന്ന് മനസ്സിലായതോടുകൂടി ഈ തമിഴിസൈ സൗന്ദരരാജ് എന്ന് പറയുന്ന വനിതാ നേതാവിനെ BJP ഗവർണർ പദവി രാജിവെപ്പിച്ചിട്ട് സംസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു. ഇവരുടെ പ്രത്യേകത, ഇവർ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് നെഗോസിയേഷൻ ഒക്കെ നടത്താനായിട്ട് ഒരു കഴിവുള്ള വ്യക്തി എന്ന് പറഞ്ഞാൽ പണം കൊടുത്തിട്ട് സീറ്റ് കൊടുക്കുക, പണം മേടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചായുക, ആ രീതിയിൽ ഒരു അഴകുഴമ്പൻ രാഷ്ട്രീയ നയം ഉണ്ടല്ലോ, ഇതില്ല. അണ്ണാമലയ്ക്ക് വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള രാഷ്ട്രീയ നയമാണ്. അണ്ണാമലൈ തമിഴ് എന്ന് പറയുന്ന ആ സംസ്കാരത്തെ നെഞ്ചേറ്റുന്ന രാഷ്ട്രീയക്കാരനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തമിഴിസൈ വന്നതോടുകൂടി ഈ അണ്ണാമലയ്ക്ക് ഇപ്പോഴുണ്ടാകുന്ന ഒരു പിന്തുണ അതൊക്കെ പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഇനി ഒരു പുതിയ സംഘടന രൂപീകരിച്ച് തമിഴ് മക്കളുടെ മനം കവരാനായിട്ട് ശ്രമിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്ത. എന്ന് പറഞ്ഞ് പുതിയൊരു രാഷ്ട്രീയ പാർട്ടി ഞങ്ങൾ ഇപ്പം പ്രഖ്യാപിക്കുമെന്ന് അണ്ണാമലൈ നേരിട്ട് പറഞ്ഞിട്ടില്ല. ഒരുപക്ഷെ BJP ദേശീയ നേതൃത്വത്തെ വെല്ലുവിളിക്കാനായിട്ട് അണ്ണാമലൈ ഇറങ്ങുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ട ഒരു കാര്യമല്ലേ. അതെ, അണ്ണാമലൈ വളരെ BJP-യുടെ ഒരു ദേശീയ നേതൃത്വത്തിൽ പല മുഖങ്ങൾ നമ്മൾ കാണുമ്പോൾ അണ്ണാമലയുടെ മുഖമാണ് ആദ്യം നമുക്ക് തമിഴ്നാട്ടിൽ ഓർമ്മ വരുന്നത്. അണ്ണാമലൈ എന്ന ശക്തനായ ഒരു നേതാവിനെ കുറിച്ചാണ്. ഇടയ്ക്ക് ചെരുപ്പിടാതെ ഒക്കെ പ്രതിഷേധവും ഒക്കെ അഴിമതിക്കെതിരെ ഒക്കെ നടന്ന ഒരു നേതാവാണ്.
അത്തരം ഒരു നേതാവിനെ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഒന്ന്, ജനങ്ങളെ സേവിക്കാൻ തന്റെ ഉദ്യോഗം പോലും രാജിവെച്ചുകൊണ്ട് ഒരാൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ഇറങ്ങണമെങ്കിൽ ആ രാഷ്ട്രീയത്തോട് അല്ലെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിയോട് അയാൾക്ക് അത്രയും വിശ്വാസം ഉണ്ടാകണം. അതുകൊണ്ടാണ് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലും പോകാതെ ബി.ജെ.പിയിൽ തന്നെ അണ്ണാമലൈ വന്നിട്ടുണ്ടെങ്കിൽ ബി.ജെ.പിയോടുള്ള അത്രയും വലിയൊരു വിശ്വാസത്തിന് പുറത്തായിരിക്കും. ഈ ടി.വി.കെ പാർട്ടി തിരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണുന്നതിന് മുൻപ് തന്നെ വലിയ വിജയം നേടും എന്ന് വളരെ അടുപ്പമുള്ള ആളുകളോടൊക്കെ അണ്ണാമലൈ പറഞ്ഞിരുന്നു. ഒരു സർപ്രൈസ് വിജയമായിരിക്കും തമിഴ്നാട്ടിൽ ഉണ്ടാകാൻ പോകുന്നത്. ടി.വി.കെ നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമുള്ള വിജയം നേടുമെന്ന്. ഇപ്പോൾ മക്കൾ ശക്തി എന്ന് പറയുന്ന ഒരു പാർട്ടിയുമായിട്ടാണ് അണ്ണാമലൈ രംഗത്തെത്തുക എന്നാണ് അടുപ്പമുള്ളവരൊക്കെ പറയുന്നത്. അങ്ങനെ ഒരു സർപ്രൈസ് ആയിരിക്കും ഇനി അണ്ണാമലൈ നൽകാൻ പോകുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും അണ്ണാമലൈ എനിക്കൊന്ന് എടപ്പാടി പളനിസ്വാമിയൊക്കെയാണ് അണ്ണാമലൈയെ ഈ അകറ്റിയത് ബി.ജെ.പിയിൽ നിന്ന്. അവർക്ക് ചില വഴിവിട്ട കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് ഈ സ്ട്രെയിറ്റ് ഫോർവേഡായ ഒരാൾ അതിൻ്റെ അകത്തുണ്ട് എങ്കിൽ ഒന്നും നടക്കില്ല. അപ്പൊ സ്വാഭാവികമായി അവരെ വെട്ടിവീഴ്ത്തുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ടാണ് ബി.ജെ.പിക്ക് തമിഴ്നാട്ടിൽ ഒറ്റ സീറ്റേ ലഭിച്ചുള്ളൂ. പിന്നീട് ഈ AIDMK ഒക്കെ ആയിട്ട് ചേർന്ന് ഭരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നും നടന്നില്ല എന്നുള്ളതാണ്. ബി.ജെ.പിക്ക് അവിടെ വളരണമെങ്കിൽ ആദ്യം തമിഴ് മക്കൾ എന്ന് പറയുന്നത് വിജയ്ക്കൊപ്പം എന്താണ് തമിഴ് മക്കൾ നിന്നത്? വിജയ് ഒരു സ്റ്റാർ വാല്യൂ ഉള്ള ഒരു താരമാണ് എന്നതിനപ്പുറം വിജയുടെ സിനിമയിലൂടെ പറയാൻ ശ്രമിച്ച കുറെ കാര്യങ്ങളുണ്ട്. അതായത് ഒരു ഹീറോ പരിവേഷം നടത്തിക്കൊണ്ട് വിജയ് ഈ ഏറ്റവും താഴെത്തട്ടിലുള്ള ജനങ്ങൾക്കൊപ്പമാണ് ഞാൻ എന്ന് സിനിമയിലൂടെ വിജയ് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വിജയ്ക്ക് കഴിഞ്ഞു. ഒരുപക്ഷെ മലയാളത്തിൽ പോലും വിജയുടെ സിനിമകൾ കാണുമ്പോൾ ഇങ്ങനെ ഒരു നേതാവ് നമുക്കുണ്ടായിരുന്നു എന്ന് മലയാളികൾ പോലും ചിന്തിക്കുന്ന ഒരു തരത്തിലേക്ക് വിജയുടെ റോളുകൾ കൊണ്ട് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഏറ്റവും താഴെത്തട്ടിൽ കിടക്കുന്ന ജനങ്ങളെ സേവിക്കാൻ കഴിയുന്ന ഒരു നേതാവ്, അതാണ് എല്ലാവരും ചിന്തിക്കുന്നത്. ഇപ്പോ അഴിമതി, ഇതൊക്കെ പലർക്കും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. ഇപ്പൊ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ അഴിമതിയാണ് എല്ലാമാണെന്നൊക്കെ പറയുമ്പോൾ അത് പലർക്കും അംഗീകരിക്കാനില്ല. അപ്പൊ സ്വാഭാവികമായും അങ്ങനെ ഒരു നേതാവ് ഇപ്പോ നരേന്ദ്രമോദിയെ വെല്ലുവിളിക്കുന്ന അല്ലെങ്കിൽ പിന്നെ ഭരിക്കുന്ന പാർട്ടിയെ വെല്ലുവിളിക്കുന്ന, പോലീസിനെ നീചമായ പ്രവൃത്തികൾ ചെയ്യുന്ന പോലീസിനെ എതിർക്കുന്ന ഒരു നായക പരിവേഷം, ഇങ്ങനെ ഒരാൾ അധികാരത്തിൽ വന്നാൽ നാളെ നമുക്കൊരു പ്രശ്നമുണ്ടായാലും, ഇപ്പോ വിജയുടെ ഒരു സിനിമയിലൊക്കെ പോലീസ് വേഷത്തിൽ രാത്രി ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ വിജയ് അവിടെ നേരിട്ടെത്തുന്നു. ആ സ്ത്രീ ഇപ്പോ വൺ എന്ന് പറയുന്ന ഒരു സിനിമയിൽ മമ്മൂട്ടി ചെയ്തൊരു കാര്യം, അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കും ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി നമുക്കുണ്ടായിരുന്നുവെങ്കിൽ, ഈ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നേരിട്ട് വന്ന് നമ്മളെ രക്ഷിച്ചു കൊണ്ടുപോകുന്ന ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. സ്വാഭാവികമായും അണ്ണാമലൈ ആ രീതിയിലുള്ള ഒരാളാണ്. താഴെത്തട്ടിൽ നിന്ന് ബി.ജെ.പിയെ നല്ല വേരുറപ്പിച്ച് വളർത്താൻ ശ്രമിച്ച ഒരു നേതാവാണ്. അതിന് ബി.ജെ.പിക്ക് താല്പര്യമില്ല. അണ്ണാമലൈക്ക് കൊടുക്കേണ്ട പ്രാധാന്യം അണ്ണാമലൈക്ക് തമിഴ്നാട്ടിൽ ബി.ജെ.പി കൊടുത്തോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാൻ കഴിയും. അണ്ണാമലൈക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള ഒരു അവസരം കൊടുത്തിരുന്നുവെങ്കിൽ ബി.ജെ.പിക്ക് കുറച്ചുകൂടി തമിഴ്നാട്ടിൽ സീറ്റുകൾ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞേനെ, കുറച്ചുകൂടി വിപുലമാക്കാൻ കഴിഞ്ഞേനെ എന്നുള്ളതാണ്. പറ്റില്ല. ദേശീയ നേതൃത്വം പറഞ്ഞ എന്താ പറയുക, ഓരോ സംസ്ഥാനത്തും ഈ പറയുന്ന മറ്റ് രാഷ്ട്രീയ കക്ഷികളുമായിട്ട് ഒരു സഖ്യത്തിൽ ഏർപ്പെടും. അതാണ് ബീഹാറിൽ അങ്ങനെ സഖ്യത്തിൽ ഭരണം പിടിച്ചത്, ബംഗാളിൽ അങ്ങനെ ഓരോ സംസ്ഥാനത്തിന്റെ കാര്യം എടുത്താൽ അവരുമായിട്ട് സഖ്യം ചേർന്ന് പതുക്കെ ആ സഖ്യകക്ഷികളെ ചവിട്ടി താഴ്ത്തി ബി.ജെ.പി ഇവിടെയും സഖ്യകക്ഷികളുമായിട്ട് ചേരണ്ട എന്നുള്ളതാണ് അണ്ണാമലയുടെ നിലപാട്. പക്ഷേ AIDMK ചേർന്നാൽ മാത്രമേ ബി.ജെ.പിക്ക് വളർച്ച ഉണ്ടാവൂ എന്ന് മറ്റു നേതാക്കൾ പറയും. അങ്ങനെ AIDMK സഖ്യത്തിൽ ഏർപ്പെടുകയും ചെയ്തു. അപ്പോൾ അവർ മുന്നോട്ട് വെച്ചെന്താ, എടപ്പാടി പളനിസ്വാമി അടക്കമുള്ളവർ പറഞ്ഞു അണ്ണാമലയെ നേതൃത്വത്തിൽ നിന്ന് മാറ്റണം. അണ്ണാമലയ്ക്ക് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കൊടുക്കാൻ പാടില്ല, അണ്ണാമലയെ അടുത്തപ്പെട്ട ഒരാൾക്കും കൊടുക്കാൻ പാടില്ല, എങ്കിൽ മാത്രമേ അവരുടെ വഴിവിട്ട ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ പറ്റുള്ളൂ. ദ്രാവിഡ കക്ഷിയാണെന്ന് പറയുമെങ്കിലും അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയ പാർട്ടികളാണ് ഇതൊക്കെ. ഈ പാർട്ടികളോട് നിലപാടിനോട് ഒരിക്കലും യോജിക്കാൻ കഴിയുന്ന ആളല്ല അണ്ണാമലൈ. അതുകൊണ്ടാണ് ഇപ്പൊ രജനീകാന്തുമായിട്ടൊരു കൂടിക്കാഴ്ചയ്ക്ക് അണ്ണാമലൈ സമയം ചോദിച്ചിരിക്കുന്നത്. രജനീകാന്തിന് വലിയ ഫാൻ ബേസ് ഉണ്ട്. വിജയെ പോലെ ഒരു താരത്തിന് ഇത്തരത്തിൽ ഫാൻ ബേസിനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ കഴിഞ്ഞാൽ ഇതിന് സമാനമായ രീതിയിൽ ഫാൻ ബേസ് ഉള്ള രജനീകാന്തിനെ പോലുള്ള ഒരു താരത്തെ ഒപ്പം നിർത്തിയിട്ട് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാതെ ഒരു സന്നദ്ധ സംഘടന രൂപീകരിച്ചാലോ കളി മാറിയില്ലേ? ആ സന്നദ്ധ സംഘടന പിന്നീട് രാഷ്ട്രീയ പാർട്ടിയായിട്ട് ഒന്ന് കൺവേർട്ട് ചെയ്താൽ മതി. ആ രീതിയിലൊക്കെ ഒരു നീക്കം നടത്താം. ഇപ്പൊ ചുരുക്കം പറഞ്ഞാൽ എടപ്പാടി പളനിസ്വാമിയുടെ ഒക്കെ നിർബന്ധപ്രകാരം എങ്ങനെയാണോ അണ്ണാമലയെ ഒതുക്കിയത് അതേ മാർഗത്തിലൂടെ അണ്ണാമലയെ സഞ്ചരിച്ചിട്ട് ബി.ജെ.പി നേതാക്കളെ വെല്ലുവിളിക്കും. കാരണം ബി.ജെ.പിയിൽ ഒരു ദേശീയ തലത്തിൽ ഒരു പദവിയോ ഒരു MP സ്ഥാനമോ ഒരു മന്ത്രിസ്ഥാനമോ ഒന്നും കൊടുത്തിട്ടില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും കുറച്ച് വിഷമമൊക്കെ ഈ അണ്ണാമലയ്ക്കും ഉണ്ടാകുമല്ലോ. പക്ഷെ അണ്ണാമലയുടെ നിലപാടുകൾ ശരിയാണെന്ന് കാലം തെളിയിച്ചിരുന്നു. അതിൻ്റെ ഉദാഹരണമാണ്
തമിഴ് വെട്രി കഴകത്തിന്റെ വിജയം. അതായത് ദ്രാവിഡ പാർട്ടികൾക്കെതിരായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടി വേണമെന്ന് തമിഴ്നാട്ടിലെ ജനങ്ങൾ കുറെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്നു. അതിലേക്ക് കൃത്യമായിട്ട് വിജയ് കടന്നു വന്നു. വിജയ് കടന്നു വന്നത് വിജയുടെ തന്ത്രമല്ല, വിജയ്ക്ക് കൃത്യമായിട്ടുള്ള അഡ്വൈസേഴ്സ് ഉണ്ടായിരുന്നു. എങ്ങനെ രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കണം, എങ്ങനെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കണം, എന്ത് പറയണം, തൻ്റെ സിനിമയിലൂടെ എന്ത് രാഷ്ട്രീയം മുന്നോട്ട് വെക്കണം, ഇതൊക്കെ കൃത്യമായിട്ട് ഉപയോഗിച്ച് പതിയെ പതിയാണ് വിജയ് ജനങ്ങളുടെ മനസ്സിലേക്ക് വന്നത്. ഒപ്പം തൻ്റെ ഫാൻ ബേസിനെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തി. ഈ പറയുന്ന അണ്ണാമലയ്ക്ക് ആ ഫാൻ ബേസ് അല്ല, അണ്ണാമലയ്ക്ക് വേറൊരു ഫാൻ ബേസ് ഉണ്ട്. അത് കുറച്ചുകൂടെ പൊളിറ്റിക്കലായിട്ട് ചിന്തിക്കുന്ന, കുറച്ചുകൂടെ ഈ തമിഴ് സംസ്കാരത്തെ നെഞ്ചേറ്റുന്ന, വളരെ ഈ അഴിമതിക്കും അല്ലെ സ്വജനപക്ഷപാതത്തിനും എതിരായിട്ട് നിലപാടെടുക്കുന്ന സാധാരണക്കാരായ തമിഴ് മക്കളുടെ ഒരു മനസ്സ്. ആ രീതിയിലുള്ള മനസ്സിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രജനീകാന്തുമായിട്ട് ചേർന്നോ മറ്റ് സന്നദ്ധ സംഘടനകളുമായിട്ട് ചേർന്നോ ഒക്കെ തന്നെ ഈ മക്കൾ ശക്തി ഇയക്കം എന്ന് പറയുന്ന ഒരു സംഘടനയാണ് ഉണ്ടാക്കാൻ പോകുന്നതെങ്കിൽ അത് തമിഴ്നാട്ടിൽ വലിയ കോളിളക്കങ്ങൾ അല്ലെ വലിയ മാറ്റങ്ങൾക്കൊക്കെ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കാർത്തി ചിദംബരം പോലും പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ പോകുന്നു. അതാര് എന്ത് എന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടില്ല. അതായത് കോൺഗ്രസ് പോലും പുതിയൊരു പാർട്ടിയെ സ്വാഗതം ചെയ്യുന്നു. കാരണം DMK-യുമായിട്ട് ഏതാണ്ട് കോൺഗ്രസ് തെറ്റി നിൽക്കുകയാണ്. ഇനി ഒരു വളർച്ച ഉണ്ടാകണമെങ്കിൽ ഇതുപോലെയുള്ള സഖ്യകക്ഷികൾ വേണമെന്നുള്ള ചിന്തയായിരിക്കാം അണ്ണാമലയുടെ പാർട്ടിക്ക് സ്വാഗതമേകുന്നത്. അതെ.